ഹായ് 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 നമ്മുടെ 4ാം ക്ലാസ്സിൻ്റെ എക്സാമിന് ഉറപ്പായിട്ട് വരുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നാലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോദ്യമായിട്ടാണ് മാഷ് വന്നത്. ഇതിന് ഉത്തരം നിങ്ങൾ നിർബന്ധമായിട്ടും നാളത്തെ എക്സാമിന് മുമ്പ് പഠിച്ചിട്ട് പോകണം. അപ്പോൾ ഇതിന് ഉത്തരം എങ്ങനെ ചെയ്യാമെന്നും ആ ചോദ്യം എന്താണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടോ നിങ്ങൾ സ്വന്തമായിട്ട് നോക്കുക, എന്നിട്ട് മാഷ് ചെയ്യുന്ന ഉത്തരം കൂടെ നോക്കുക കേട്ടോ. ഏറ്റവും ആദ്യത്തെ ഇതാണ് ചോദ്യം. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ടല്ലോ, ഒരു വലിയൊരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ മുറിച്ചിട്ട് ഇവിടെ വേറൊരു സ്ക്വയർ ഉണ്ട്, വേറൊരു ചെറിയ റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് മാഷ് ഇതിന്റെ സ്ക്വയർ എന്ന് വിളിച്ചതെന്ന് അറിയോ? കാരണം ഇതിന്റെ എല്ലാ സൈഡും ഒരേ നീളം. ഇവിടെ 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 8, ഇവിടെയും 8, ഇവിടെ 8, അങ്ങനെ എല്ലാ സൈഡും ഒരേ നീളമായിട്ടുള്ള റെക്റ്റാങ്കിളിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക പേരാണ് എന്ത്? സ്ക്വയർ, സമചതുരം. അപ്പൊ ഇതൊരു സമചതുരാണ്, ഇതൊരു സ്ക്വയർ ആണ്, അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് സമചതുരം എന്ന് പറയാം. ഇതൊരു സമചതുരമാണ്. അങ്ങനെ ഒരു സമചതുരം ഉണ്ട്, അതിന് താഴെ വേറൊരു ചെറിയ റെക്റ്റാങ്കിൾ, വേറൊരു ചെറിയ ചതുരുണ്ട്. അത് രണ്ടും കൂടെ ചേർത്ത് വെച്ചപ്പോൾ നമുക്ക് വലിയൊരു റെക്റ്റാങ്കിൾ കിട്ടിയിട്ടുണ്ട്, വലിയൊരു ചതുരം കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്കിനി ഇത് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്തു നോക്കാം. ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ചോദ്യങ്ങളും ചോദിക്കാം. ഏറ്റവും ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെരിമീറ്റർ ഓഫ് സ്ക്വയർ, സമചതുരത്തിന്റെ ചുറ്റളവ് എത്ര നമ്മൾ കണ്ടുപിടിക്കണം. ഈ സമചതുരം ഉണ്ടല്ലോ, ഇവിടെ സമചതുരല്ലേ ഉള്ളൂ. ഈ സമചതുരത്തിന്റെ, ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ, ചുറ്റളവ് നമ്മളോട് കാണാൻ വേണ്ടി പറയും. ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എങ്ങനെ കാണാൻ അറിയോ? ആ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ നീളം എടുക്കുക, അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ 8, ഇവിടെ 8, ഇവിടെ 8, എല്ലാ സൈഡും ഒരേ നീളമായിരിക്കും സ്ക്വയറിന്, സമചതുരത്തിന് അല്ലേ. അപ്പോൾ 4 പ്രാവശ്യം 8നെ കൂട്ടിയാൽ ഇതിന്റെ ചുറ്റുള്ള അളവ് കിട്ടും, ചുറ്റളവ് കിട്ടും, പെരിമീറ്റർ കിട്ടും. എല്ലാ സൈഡിനും കൂടെ നീളങ്ങൾ കൂട്ടിയതാണ് എന്ത്? പെരിമീറ്റർ, ചുറ്റളവ്. അപ്പൊ ഇതിന്റെ ചുറ്റളവ് എന്താണ്? ഒരു സൈഡിന്റെ നീളം എന്താണോ അതിൽ തന്നെ 4 പ്രാവശ്യം കൂട്ടുക, കാരണം എല്ലാ സൈഡും അത് തന്നെ ആയിരിക്കും. ഇവിടെ 8 ആണെങ്കിൽ ഇവിടെയും 8, ഇവിടെയും 8, ഇവിടെയും 8. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 8 + 8 + 8 + 8, എല്ലാ സൈഡിനും കൂടെ നീളങ്ങളും കൂട്ടിയാൽ മതി. 8നെ 4 പ്രാവശ്യം കൂട്ടുക, അല്ലെങ്കിൽ നമുക്ക് 4 × 8 എന്ന് പറയാം. 8നെ 4 പ്രാവശ്യം കൂട്ടുക, അതിനെയാണ് എന്ത്? 4 × 8. അപ്പോൾ ഈ സമചതുരത്തിന്റെ, ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ എന്താണ്? 4 × 8. എത്ര കിട്ടും നമുക്ക്? 32 എന്ന് കിട്ടും. 32 ആണ് ഇതിന്റെ പെരിമീറ്റർ. 32 എന്ത്? ഇതിന്റെ അളവിന്റെ കൂടെ എന്ത് തന്നിട്ടുണ്ട്? സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 8 സെന്റിമീറ്റർ, ഇവിടെയും 8 സെന്റിമീറ്റർ, ഇവിടെയും 8 സെന്റിമീറ്റർ. അപ്പൊ പെരിമീറ്ററിന്റെ കൂടെ എന്താ നമ്മൾ കൊടുക്കേണ്ടത്? ഓരോ അളവും എന്താണോ അതന്നെ നമ്മൾ പെരിമീറ്ററിന്റെ കൂടെ കൊടുക്കേണ്ടത്. ഇന്ന് എല്ലാ അളവും സെന്റിമീറ്ററിലാണെങ്കിൽ പെരിമീറ്ററിന്റെ കൂടി നമ്മൾ ചേർക്കേണ്ടത് എന്താ? cm തന്നെയാണ്, സെന്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ചുറ്റളവ് എന്താണ്? 32 സെന്റിമീറ്റർ. ഇതിന്റെ പെരിമീറ്റർ 32 സെന്റിമീറ്റർ. സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി. സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാൻ ഒരു സൈഡിന്റെ നീളം എന്താണോ അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു സൈഡിന്റെ നീളം 8, അപ്പോൾ 8നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 32 സെന്റിമീറ്റർ ആണ് ഈ സ്ക്വയറിന്റെ, ഈ സമചതുരത്തിന്റെ പെരിമീറ്റർ. അത് നമ്മൾ കണ്ടു. ഇനി ഇതിന്ന് ചോദിക്കുന്ന അടുത്ത ചോദ്യം എന്താന്ന് വെച്ചാൽ, താഴെ നമുക്ക് ചെറിയൊരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ടല്ലോ, ചെറിയൊരു ചതുരം. ആ ചതുരത്തിന്റെ ചുറ്റളവ് നമുക്ക് തന്നു. ഈ ചതുരം കണ്ടോ? ഈ ചെറിയ ചതുരത്തിന്റെ ചുറ്റളവ് പെരിമീറ്റർ നമുക്ക് തന്നു. അതെത്രയാണ്? 20 സെന്റിമീറ്റർ ആണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ചെറിയ ചതുരത്തിന്റെ ചുറ്റളവ് 20 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വീതി, ബ്രെഡ്ത്ത് കണ്ടെത്താനാണ് നമ്മളോട് ചോദിക്കുന്നത്. ഒരു ചെറിയ ചതുരം ഉണ്ടല്ലോ, ഇതിന്റെ ചുറ്റുമുള്ള അളവ്, അതായത് എല്ലാ സൈഡിന്റെയും കൂടെ നീളങ്ങൾ കൂട്ടിയത് എത്രയെന്നാ പറഞ്ഞത്? നമ്മളോട് 20 ആണെന്നാ പറഞ്ഞത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ അതിന്റെ വീതി നമ്മൾ കണ്ടുപിടിക്കണം. ഞാനൊരു കാര്യങ്ങളോട് ആദ്യം ചോദിക്കട്ടെ, ഇതിന്റെ നീളം എന്തായിരിക്കും? ഇങ്ങനെ നേരെയുള്ള അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നീളം. അതുപോലെ കുത്തനുള്ള അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വീതി. ഇതിന്റെ കുത്തനുള്ള അളവ്, വീതിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ നീളം പക്ഷെ നമുക്ക് നേരത്തെ അറിയാം. അത് എത്രയെന്ന് ഞാൻ പറഞ്ഞിട്ടേ, ഇവിടെ നോക്കിക്കുകയും ഇത് മുതൽ ഇതുവരെ 8 സെന്റിമീറ്റർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ സൈഡും 8 സെന്റിമീറ്ററാ. ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ എന്താണ്? 8 സെന്റിമീറ്റർ. കണ്ടോ? ഇവിടുത്തെ അതേ നീളം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ 8 സെന്റിമീറ്റർ നമുക്ക് അറിയാം. ഇവിടെ 8 സെന്റിമീറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് എന്ത്? ഈ ചതുരത്തിന്റെ, ഈ റെക്റ്റാങ്കിളിന്റെ നീളം അല്ലേ. ഇത് മുതൽ ഇതുവരെ 8 സെന്റിമീറ്റർ ആണ്. അത് തന്നെയാണ് എന്ത്? ഈ റെക്റ്റാങ്കിളിന്റെ നീളവും. അപ്പൊ നീളം 8 സെന്റിമീറ്റർ ആണ്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? അവിടെയും 8 സെന്റിമീറ്റർ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ സൈഡിന്റെ നീളം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ അങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ, ഒരു റെക്റ്റാങ്കിളിന്റെ, ചതുരത്തിന്റെ പെരിമീറ്റർ എങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയാന്നറിയോ? എല്ലാ സൈഡിന്റെയും കൂടെ നീളങ്ങൾ കൂട്ടിയാൽ പെരിമീറ്റർ ആയി, ചുറ്റളവായി. പക്ഷെ എല്ലാ സൈഡിന്റെയും കൂടെ നീളങ്ങൾ കൂട്ടേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി എന്നറിയോ?
ഒരു നീളം എടുക്കുക, ഒരു നീളവും ഒരു വീതിയും തമ്മിൽ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു റെക്റ്റാങ്കിളിന്റെ, ഒരു ചതുരത്തിന്റെ ചുറ്റളവ് നമുക്ക് കിട്ടും. നീളം എത്രയാണ്? 8. വീതി എത്ര നമുക്ക് തന്നിട്ടില്ല. പക്ഷെ നീളത്തിന്റെ കൂടെ ഒരു വീതി, ഒരു നീളത്തിന്റെ കൂടെ ഒരു വീതി കൂട്ടിയിട്ട്, ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടാതെ ഒരു നീളത്തിന്റെ കൂടെ ഒരു വീതി കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഏത് ചതുരത്തിന്റെയും പെരിമീറ്റർ ചുറ്റളവ് കിട്ടും. അപ്പൊ ഇതിന്റെ നീളം എന്താണ്? നീളം 8 ആണ്. നീളം 8 ആണ്. വീതി എന്താണ്? വീതി എന്താ നമുക്ക് തന്നിട്ടില്ല. വീതി എന്തോ ആണ്, എന്താ നമുക്ക് തന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, എന്ത് ചെയ്താൽ മതി? നീളവും വീതിയും തമ്മിൽ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും അല്ലേ? അതിന്റെ നീളവും വീതിയും, ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ചുറ്റളവ്, പെരിമീറ്റർ കിട്ടും. ലെങ്ത് എത്രയും നമുക്കറിയാം, ബ്രെഡ്ത്ത് എത്രയും നമുക്കറിയില്ല. അപ്പൊ 8ന്റെ കൂടെ ബ്രെഡ്ത്തും കൂടെ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പെരിമീറ്റർ കിട്ടും. പക്ഷെ പെരിമീറ്റർ എത്ര നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? ചുറ്റളവ് പെരിമീറ്റർ എത്രയാണ്? 20 സെന്റിമീറ്റർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ചുറ്റുള്ള അളവ്, ചുറ്റളവ് 20 സെന്റിമീറ്റർ ആണ്. ചുറ്റളവ് എത്ര? 20 സെന്റിമീറ്റർ. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ലെങ്ത്, നീളം 8 സെന്റിമീറ്റർ. അപ്പോൾ ലെങ്ത്തിന്റെ കൂടെ ബ്രെഡ്ത്ത്, നീളത്തിന്റെ കൂടെ വീതിയും കൂടെ കൂട്ടിയിട്ട്, അപ്പൊ 8ന്റെ കൂടെ ഏതോ നമ്പർ, നമുക്ക് കിട്ടാത്ത വീതിയാണ്. അപ്പോൾ നീളത്തിന്റെ കൂടെ വീതി കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ചുറ്റളവ് കിട്ടും. നീളം 8 ആണ്, വീതി എത്ര നമുക്ക് തന്നിട്ടില്ല. 8ന്റെ കൂടെ ഏതോ നമ്പർ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ചുറ്റളവ്, അതിന്റെ പെരിമീറ്റർ 20 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 8ന്റെ കൂടെ ഏതോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20 കിട്ടണം അല്ലെ? കാരണം എന്താ? അതിന്റെ ചുറ്റളവ് 20 ആണ്. നീളത്തിന്റെ കൂടെ വീതി കൂട്ടിയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ചുറ്റളവ് കിട്ടുക അല്ലേ? അപ്പൊ നീളം 8 ആണ്. 8ന്റെ കൂടെ ഈ വീതി എത്ര നമുക്കറിയില്ല. ആ വീതിന്റെ നമ്പർ എത്ര നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 8ന്റെ കൂടെ ഏത് നമ്പർ കൂട്ടിയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് 20 ആവാന്ന് നോക്കിയാൽ മതി അല്ലേ? 8ന്റെ കൂടെ ഏതോ നമ്പർ കൂട്ടി അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് 20. ഏത് നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 20 കിട്ടുക? ഒന്ന് ആലോചിക്കുക. ഏത് നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 20 കിട്ടുക? ആ 10നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് 20. അപ്പോൾ 8ലോട്ട് ഏതോ നമ്പർ കൂട്ടി, അങ്ങനെ 8ലോട്ട് ആ നമ്പർ കൂട്ടിയത് ചേർത്താൽ എത്ര? 10 കിട്ടണം അല്ലേ? നീളം 8 ആണ്, വീതി എത്ര നമുക്കറിയില്ല. നീളത്തിലോട്ട് വീതി കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് ചുറ്റളവ് കിട്ടുക. അപ്പൊ 8ലോട്ട് ഏതോ നമ്പർ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് 20. അപ്പൊ 8ലോട്ട് ഈ നമ്പർ കൂട്ടിയത് എത്രയാവണം? 10 ആവണം. കാരണം 10നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 20 ആവുള്ളൂ. അപ്പൊ 8ലോട്ട് ഏത് നമ്പർ കൂട്ടിയാലാണ് 10 ആവുക? 8ലോട്ട് 2 കൂട്ടിയാലാണ് എന്ത് കിട്ടുക? നമുക്ക് 10 എന്ന് കിട്ടുക. അപ്പൊ നീളം 8 ആണെങ്കിൽ വീതി 2 ആയാലേ 8ഉം 2ഉം കൂട്ടിയാൽ 10 ആവുള്ളൂ. 10നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ 20 ആവുള്ളൂ അല്ലേ? നമ്മൾ ചുറ്റളവ് എന്താ? 20 ആണ്. പെരിമീറ്റർ 20 ആണ്. അപ്പൊ പെരിമീറ്റർ 20 ആണെങ്കിൽ നീളം 8 ആണെങ്കിൽ വീതി എന്താവണം? 2 ആവണം. നീളം 8ഉം വീതി 2 ആണെങ്കിൽ പെരിമീറ്റർ എന്തായിരിക്കും? 20 ആയിരിക്കും. സംശയമുണ്ടോ? 8 + 2 10. ഇവിടെ 8, ഇവിടെ എന്തായിരിക്കും? അപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ അതേ നീളം തന്നെ അപ്പുറത്തും വരിക. നമ്മൾ ചതുരത്തിന്റെ, റെക്ടാങ്കിളിന്റെ എതിർവശങ്ങൾ തുല്യ. ഇവിടെ എന്താണോ അതിനായിരിക്കും അപ്പുറത്ത് വരിക, മുകളിൽ എന്താണോ അതിനായിരിക്കും താഴെ വരിക. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 നമുക്കറിയാം. കണ്ടാൽ തന്നെ മനസ്സിലാക്കല്ലേ ഇവിടെ അതേ നീളമാണ് അപ്പുറത്ത്. അപ്പോൾ 8ഉം 2ഉം വരുമ്പോൾ എല്ലാ തെളിഞ്ഞും കൂടെ നീളങ്ങൾ കൂട്ടുമ്പോൾ 20 വരുന്നുണ്ട്. പെരിമീറ്റർ 20 ആവുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ 2, 8 + 2 10. ഇവിടെയും 8, അവിടെയും 2, 8 + 2 10. 10ഉം 10ഉം 20. എല്ലാ സൈഡിനും കൂടെ നീളങ്ങൾ കൂട്ടിയാൽ 20 വരുന്നുണ്ട്. അപ്പൊ എല്ലാ സൈഡിനും കൂടെ നീളങ്ങൾ കൂട്ടിയാൽ 20 വരണമെന്നും, അതുപോലെ നീളം 8 ആണെങ്കിൽ വീതി എന്താവണം? 2 ആവണം. നീളം 8 ആണെങ്കിൽ വീതി 2 ആയാലേ എല്ലാ സൈഡിനും കൂടെ നീളങ്ങൾ കൂട്ടിയാൽ 20 കിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ചുറ്റളവ് 20 ആണെങ്കിൽ നീളം 8 ആണെങ്കിൽ വീതി എന്തായിരിക്കും? 2 സെന്റിമീറ്റർ ആയിരിക്കും. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്? വീതി. ഇപ്പൊ എടുത്താണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്. എത്രയായിരിക്കും? 2 സെന്റിമീറ്റർ ആയിരിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇനി അതുപോലെ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇതിന്റെ ഇവിടെ 8 ആണെങ്കിൽ ഇത് മുതൽ ഇതുവരെ 8 നമുക്ക് കിട്ടി. പിന്നെ ഇതിന്റെ വീതിയാണ് ഇത് മുതൽ ഇതുവരെ, അത് 2 നമുക്ക് കിട്ടി. അപ്പൊ ഇവിടെ ആകെ എന്താ? 8ഉം 2ഉം. ഇവിടെ ആകെ 10 നമുക്ക് കിട്ടി അല്ലേ? ഇതൊരു വലിയ റെക്റ്റാങ്കിൾ അല്ലേ? ഇതൊരു വലിയ ചതുരല്ലേ? അങ്ങനെ ഈ വലിയ ചതുരത്തിന്റെ പെരിമീറ്റർ ചുറ്റളവ് എന്താണെന്നാണ് നമ്മളോടുള്ള അടുത്ത ചോദ്യം. ഈ വലിയ ചതുരത്തിന്റെ ചുറ്റളവ് എന്താണ്? പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ ചുറ്റളവ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി?
ഒരു ലെങ്ത്തും ഒരു ബ്രെഡ്ത്തും തമ്മിൽ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ലെങ്ത് എന്താണ്? 8 ആണ്. ബ്രെഡ്ത്ത് എന്താണ്? ആകെ ഈ വലിയ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് ആകെ എന്താണ്? ഇതുവരെ 8, ഇവിടെ അങ്ങോട്ട് 2. അപ്പൊ 8ഉം 2ഉം ആകെ 10 ആണ്. അപ്പൊ ലെങ്ത് 8, ബ്രെഡ്ത്ത് 10. ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും. അപ്പൊ 8ഉം 10ഉം കൂട്ടിയാൽ 18, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 36 സെന്റിമീറ്ററാണ് എന്ത്? ഈ വലിയ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ. സംശയം നമുക്ക് ഒന്നും കൂടെ നോക്കിയാലോ? ഇവിടെ 8 ആണെങ്കിൽ നമുക്കറിയാം താഴെ 8 ആണ്. ഇവിടെ 10 ആണെങ്കിൽ നമുക്കറിയാം അപ്പുറത്തും ആകെ എന്തായിരിക്കും? 10 ആയിരിക്കും അല്ലേ? 8 + 10 എന്താണ്? 18. 8 + 10 എന്താണ്? 18. 18ഉം 18ഉം കൂട്ടിയാൽ 36. കറക്റ്റ് ആണ്. എല്ലാ സൈഡിനും കൂടി നീളങ്ങൾ കൂട്ടിയാൽ 36 തന്നെയാണ് വരുന്നത്. നമ്മൾ ചെയ്ത കറക്റ്റ് ആണ് അല്ല. അപ്പൊ വലിയ റെക്ടാങ്കിളിലെ പെരിമീറ്റർ ചുറ്റളവ് എന്താണ്? 36 സെന്റിമീറ്റർ ആണ്. സിമ്പിൾ. അപ്പൊ ഈ ചോദ്യം നാളത്തെ എക്സാമിന് ഉറപ്പായിട്ടും വരുന്നതാണ്. ഈ ചോദ്യത്തിൽ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പെരിമീറ്റർ എന്നുള്ള പാഠത്തിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടി കഴിയും. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പഠിച്ചത്. അപ്പൊ നമുക്ക് എന്തായാലും എക്സാമിന് ബാക്കിയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പഠിക്കാനല്ലോ. അത് നിങ്ങൾ കൃത്യം വൈകുന്നേരം 7 മണിക്കുള്ള ലൈവ് കാണാം. അതിൽ എല്ലാ കാര്യങ്ങളും മാഷ് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വൈകുന്നേരം 7 മണിക്ക് കാണാം. ബൈ ബൈ.